സൺഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങള് അമ്മാമ്മനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെട്ടിക്കാട് പോയപ്പോ ചെട്ടിക്കാട് പള്ളിയിലാണ് കേട്ടോ ഫസ്റ്റ് കയറിയത്. ചെട്ടിക്കാട് പള്ളി എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്കവിടെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ ഞങ്ങൾ ആദ്യം. ഈ മീനുകളൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പോൾ തൊട്ടുള്ള മീനുകളാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടി വന്നിട്ട് കുറച്ച് നേരം ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞു നിന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡോളിയുടെയും അമലിന്റെയും വക ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ഷുഗർ കട്ടായോണ്ട് ഐസ്ക്രീം കഴിച്ചില്ല കേട്ടാ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടാ പള്ളിയിലെ മണി കൊട്ടണ സൗണ്ട് കേട്ടത്. ഈ പഞ്ചസാരപ്പഴം എന്ന് പറയുന്നത് അടുത്ത നെസ്റ്റാണ് കേട്ടോ. പക്ഷെ ഒരെണ്ണം പോലും പഴുത്തുണ്ടായില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് പോകാനായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്താൽ സാധിക്കില്ല എന്ന്. പക്ഷെ എപ്പം തന്നെ മഴ മാറുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് അഴീക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുളക് ഇട്ടിട്ടുള്ള പൈനാപ്പിൾ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടം വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ. നന്നുണ്ടെന്നുണ്ടെങ്കിൽ പട്ടത്തിന്റെ പിന്നാലെ കിടന്ന് നടക്കായിരുന്നു കേട്ടോ. ആ പട്ടം കിട്ടിയോണ്ട് തന്നെ ഞങ്ങള് വലിയ ആൾക്കാരും അടക്കം കൊച്ചു കുട്ടികളായിട്ട് തോന്നിയിട്ടാ. കാരണം പട്ടം പറത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അറിയില്ലെങ്കിൽ പോലും നന്നുവിന്റെ വക പട്ടം പറത്തലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ആ മൂലിട്ട് വലിക്കുക മാത്രമാണ് കേട്ടോ അവൻ ചെയ്തത്. ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ പൈനാപ്പിള് മുളകിട്ടത് നിർബന്ധാട്ടാ. എനിക്ക് മാവിക്കാണെങ്കിൽ കടൽ കണ്ട ഭ്രാന്ത് തന്നെ കേട്ടാ. എത്ര വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങി പോകാൻ തോന്നും കേട്ടാ. നന്നുവിനാണെങ്കിൽ അതിനേക്കാളും വലിയ ഭ്രാന്ത്. പിന്നെ ഈ ഒരു കോട വെച്ചിട്ടുള്ള ഈ ലൈറ്റ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ നന്നു ആണെങ്കിൽ പാർക്ക് കണ്ടപ്പോൾ പിന്നെ അവന് ഇഴുകൽ തന്നെയായിരുന്നു കേട്ടോ അവിടെ പണി ഉണ്ടായിരുന്നത്. എല്ലാ തവണത്തെയും പോലെ തന്നെ നന്നുവിന്റെ ഒരു കരച്ചിലോട് കൂടിയാണ് അവസാനിച്ചത്.